ജർമ്മനിയിലെ ഇപ്പോഴത്തെ സംസാര വിഷയം മിനി ജോബ് തുടരണോ, റിവൈസ് ചെയ്യണോ, അതോ എന്നേക്കുമായി നിർത്തണോ എന്നതിനെ കുറിച്ചാണ്. മലയാളികൾക്ക്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിന്, സ്പൗസായി വരുന്നവർക്ക്, ജർമ്മനിയിലേക്ക് പുതുതായി വരുന്നവർക്ക്, റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആൾക്കാർക്ക്, കമ്പനിക്കാർക്ക്, ബിസിനസ്സുകാർക്ക് ഒക്കെ വയറ്റത്തടിക്കുന്ന പോലെയാണ് ജർമ്മനിയിലെ ഈ മിനി ജോബ് നിർത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ഈ മിനി ജോബ്, എന്തുകൊണ്ടാണ് മിനി ജോബ് ജർമ്മനി ഇത്രയും പോപ്പുലർ ആയത്, ഇപ്പോഴത്തെ മിനി ജോബിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് എന്തൊക്കെയാണ്, ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ മിനി ജോബ് നിർത്തിക്കഴിഞ്ഞാൽ അത് ആരെയൊക്കെ ബാധിക്കും, വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ പേര് ലക്ഷ്മി. യൂറോപ്യൻ സഞ്ചാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജർമ്മനിയിൽ ഒരു മാസം നിശ്ചിതമായി തുക സമ്പാദിക്കാൻ സാധിക്കുന്ന ചെറിയ ജോലികളെയാണ് മിനി ജോബ് എന്ന് പറയുന്നത്. ഈ മിനി ജോബുകൾക്ക് ഒരു മന്ത്ലി ഫിക്സഡ് ലിമിറ്റ് ഉണ്ടായിരിക്കും. 2026 ഈ മന്ത്ലി ഫിക്സഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 603 യൂറോയാണ്. എല്ലാവർക്കും, പ്രത്യേകിച്ച് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിനൊക്കെ ഈ മിനി ജോബ് ചെയ്യാനായിട്ട് വലിയ ഇഷ്ടമാണ്. കാരണം എങ്ങും തൊടാതെ 603 യൂറോ മാസം കിട്ടും. ഇതിൽ നിന്ന് ടാക്സോ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസോ ഒന്നും പോകത്തില്ല. പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ റെസ്റ്റോറൻറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ മിനി ജോബ് ചെയ്യാം. ഫാമിലി റിയൂണിയൻ വിസയിൽ വരുന്ന സ്പൗസിന് ജർമ്മൻ പഠിക്കുന്ന സമയം പാർട്ട് ടൈം ആയി വേണമെങ്കിൽ മിനി ജോബ് ചെയ്യാം. നീ ഫുൾ ടൈമായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് സൈഡ് ജോബായി വേണമെങ്കിൽ മിനി ജോബ് ചെയ്യാം. ഈ പെൻഷനായ ആൾക്കാർക്ക് ഒരു എക്സ്ട്രാ ഇൻകം എന്ന പോലെ വേണമെങ്കിലും മിനി ജോബ് ചെയ്യാം. അതുകൊണ്ടാണ് ജർമ്മനിയിലെ മിനി ജോബ് ഇത്രയും ഒരു പോപ്പുലർ താരമായിട്ട് മാറിയത്. ജർമ്മനിയിലേക്ക് പുതുതായി വരുന്ന ഏതൊരാൾക്കും ജർമ്മൻ വർക്ക് കൾച്ചറിലേക്കുള്ള പോലെ ഒരു ആദ്യത്തെ പടിയാണ് ഈ മിനി ജോബ്. മിനി ജോബ് ഇത്ര പോപ്പുലർ ആവാൻ കാരണം അത് എളുപ്പമായതുകൊണ്ടല്ല, മറിച്ച് ഒരു എക്സ്ട്രാ ഇൻകം നേടിത്തരുന്ന ഒന്നാണ് ഈ മിനി ജോബ്. ഒരു ഫുൾ ടൈം ജോലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ മിനി ജോബ് എളുപ്പമാണ്. കാരണം കൈ കിട്ടുന്ന പൈസയുടെ ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാവത്തില്ല. ഒരു പിടിയും വലിയും ഒന്നുമില്ല. ടാക്സും സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് ഒന്നും നമുക്ക് കിട്ടുന്ന മാസം 603 യൂറോയിൽ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഇവിടുത്തെ ബിസിനസ്സുകാരെ തന്നെ. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് നടത്തുന്നവർ, ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവർ, അല്ലെങ്കിൽ ചെറിയ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്, ഇവർക്കൊക്കെ ആൾക്കാർ അവരുടെ പീക്ക് അവേഴ്സിലോ അല്ലെങ്കിൽ വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇവൻ്റ് ഒക്കെ വരുമ്പോഴത്തേന് മിനി ജോബായിട്ട് ആൾക്കാരെ ഹയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ മിനി ജോബ് നിർത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വയറ്റത്തടിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും. അപ്പം ഇതുകൊണ്ടൊക്കെയാണ് ജർമ്മനിയിലെ ലേബർ മാർക്കറ്റിൽ ഒരു പ്രധാനിയായി മിനി ജോബ് മാറിയത്. ഈ ഡിസ്കഷൻസിന്റെ പ്രധാന കാരണം ജർമ്മനിയിലെ ലേബർ ഷോർട്ടേജ് പ്രശ്നങ്ങളും പെൻഷനുമാണ്. ജർമ്മനിയിൽ നിങ്ങൾക്കറിയാമല്ലോ, ഏജിങ് പോപ്പുലേഷനാണ് കൂടുതൽ. ഒരുപാട് ആൾക്കാർ റിട്ടയർ ആവുന്നു. പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ യങ് ജനറേഷനിൽ നിന്ന് പെൻഷൻ സിസ്റ്റത്തിലേക്ക് പെൻഷൻ കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നുള്ളൂ. നിലവിലെ മിനി ജോബ് സെന്ററിന്റെ കണക്ക് പ്രകാരം 6.5 മില്യൺ ആൾക്കാരാണ് മിനി ജോബിന് വേണ്ടി രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അതിൽ പകുതിയിൽ കൂടുതലും 24 മുതൽ 65 വയസ്സിനിടയിൽ പ്രായമുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ 55.9% സ്ത്രീകളാണ്. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും എക്സ്പേർട്ടുകളും ഒക്കെ ചോദിക്കുന്നത്, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ മിനി ജോബിന് രജിസ്റ്റർ ചെയ്ത് മിനി ജോബ് ചെയ്ത് പെൻഷൻ സിസ്റ്റത്തിലേക്ക് യാതൊരു പെൻഷൻ കോൺട്രിബ്യൂഷനും അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇവിടുത്തെ പെൻഷൻ സിസ്റ്റം നിലനിൽക്കും എന്നുള്ളതാണ്. മിക്ക ആൾക്കാരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, വർഷങ്ങളോളം ഈ മിനി ജോബുകൾ അങ്ങ് ചെയ്യും. അവരൊരു ഫുൾ ടൈമിലേക്ക് മാറാനായിട്ടൊന്നും നോക്കത്തില്ല. ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് റിസർച്ച് IABയുടെ റിസർച്ച് പ്രകാരം ഈ മിനി ജോബ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു പാർട്ട് ടൈം ട്രാപ്പ് പോലെയാണ്. കാരണം ഈ മിനി ജോബുകൾ എപ്പോഴും ഒരു ഷോർട്ട് ടേം ഇൻകം മാത്രമേ തരുന്നുള്ളൂ, ലോങ് ടേം സെക്യൂരിറ്റി തരുന്നില്ല. മിനി ജോബിനെ കുറിച്ചുള്ള ഈ ഒരു ഡിസ്കഷൻസ് ഇവിടെ നടക്കാൻ കാരണം ഇവിടെ ഇപ്പോൾ വരാൻ പോകുന്ന പെൻഷൻ പരിഷ്കരണത്തിനെ കുറിച്ചാണ്. ഈ മിനി ജോബിന്റെ ആ സ്പെഷ്യൽ സ്റ്റാറ്റസിന് ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് പരിഷ്കരിക്കുക എന്നതാണ് ഉദ്ദേശം. ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇപ്പം വിദ്യാർത്ഥികൾക്ക്, സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം കോൺട്രിബ്യൂഷൻ ഫ്രീ മിനി ജോബുകൾ വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം മിഡി ജോബിലേക്ക് മാറുകയോ അല്ലെങ്കിൽ റെഗുലർ എംപ്ലോയ്മെന്റിലേക്ക് മാറുകയോ എന്നതാണ് ഉദ്ദേശം.
ഇനി മിഡി ജോബിനെ കുറിച്ചും അതുപോലെ കോൺട്രിബ്യൂഷനൊക്കെ കുറിച്ചും ആദ്യമായി കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ കോൺട്രിബ്യൂഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന പെൻഷൻ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, കെയർ ഇൻഷുറൻസും അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസിനെ കുറിച്ചുമാണ്. പിന്നെ മിഡി ജോബ് എന്ന് പറയുന്നത് 603 യൂറോയ്ക്കും 2000 യൂറോയ്ക്കും ഇടയിൽ വരുന്ന മാസ ശമ്പളമുള്ള ജോലികളെയാണ് മിഡി ജോബുകൾ എന്ന് വിളിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ മിനി ജോബിന്റെ പരിഷ്കരണം നടപ്പിലാക്കിയൊരു നിയമമല്ല, മറിച്ച് ഇവിടെ പെൻഷൻ പരിഷ്കരണമായി നടക്കുന്ന ഡിസ്കഷൻസിന്റെ ഭാഗവും നിർദ്ദേശവും മാത്രമാണ്. സർക്കാർ ഈ പരിഷ്കരണം ഇതേപടി നടപ്പാക്കുമോ, അതോ നിർത്തലാക്കുമോ, അതോ ഇത് പരിഷ്കരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് നമ്മളും ഇത് നോക്കിയിരുന്ന് വേണം കാണാൻ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നതെന്നുള്ളത്. മിനി ജോബ് നിർത്തിക്കഴിഞ്ഞാൽ ഇത് ആരെയൊക്കെ സാരമായി ബാധിക്കുമെന്ന് നോക്കാം. ജർമ്മനിയിൽ പഠിക്കാനായി വരുന്ന സ്റ്റുഡൻസ് അവരൊരു എക്സ്ട്രാ ഇൻകം പോലെ അവരുടെ പാർട്ട് ടൈം ജോലിയുടെ കൂടെ മിനി ജോബ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരെ ഇത് സാരമായി ബാധിക്കും. അതുപോലെ എക്സ്ട്രാ ഇൻകം നേടാനായി പെൻഷൻ പറ്റിയ ആൾക്കാർ ഇതുപോലെ മിനി ജോബുകൾ ചെയ്യും, അവരെ ഇത് ബാധിക്കും. പിന്നെ ജർമ്മനിയിൽ പുതുതായി വന്ന ആൾക്കാർ ഇപ്പം ജർമ്മൻ പഠിക്കുന്ന സമയത്ത് അവർ പാർട്ട് ടൈം പോലെ ഈ മിനി ജോബുകൾ ചെയ്യും. പിന്നെ വീട്ടിൽ ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ആൾക്കാർ അവർക്കും ഒരു എക്സ്ട്രാ ഇൻകം എന്ന പോലെ മിനി ജോബിന് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഇത് സാരമായി ബാധിക്കും. ഇതിലുപരി ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് കമ്പനീസ് നടത്തുന്ന അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരെയാണ്. ഇപ്പോൾ കഫേ, സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഇവരെയൊക്കെ സാരമായി ബാധിക്കും. കാരണം ഇവരെല്ലാം മിനി ജോബിന് വേണ്ടി ആൾക്കാരെ ഹയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവരെയെല്ലാം ഇത് സാരമായിട്ട് ബാധിക്കും. മലയാളികളുടെ കാര്യം പ്രത്യേകിച്ച് ചോദിക്കുവാണെങ്കിൽ ഇപ്പം പഠിക്കുന്ന ആൾക്കാരെ അവർ മിനി ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ബാധിക്കും. ഇപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് ഫുൾ ടൈം ഒക്കെ നോക്കുന്ന സമയം വരെ ആൾക്കാർ മിനി ജോബൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇത് ബാധിക്കും. ഇപ്പം നിലവിൽ മിനി ജോബ് ലീഗലാണ്, അതിന് യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. പക്ഷേ ആ മിനി ഒരു മാറ്റം ചിലപ്പോൾ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ അത് അതേപടി നിലനിർത്തിയേക്കാം, അല്ലെങ്കിൽ അത് പാടെ എടുത്ത് മാറ്റിയേക്കാം. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് മാത്രമാണ് ഇപ്പം നടക്കുന്നത്. ഇനി മിനി ജോബ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തേത് മിഡി ജോബ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഇത് നമുക്ക് മിനി ജോബ് പോലെ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് അടയ്ക്കേണ്ട എന്നതല്ല, മറിച്ച് നിങ്ങളൊരു റെഗുലർ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ അടയ്ക്കുന്ന പോലെ അടയ്ക്കേണ്ടി വരത്തില്ല. പക്ഷേ ചെറിയൊരു ശതമാനം നിങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസായി അടയ്ക്കേണ്ടി വരും. രണ്ടാമത്തെ നമ്മുടെ നോർമൽ പാർട്ട് ടൈം ജോലി. ഇത് നിങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട ജോലിയും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റിയും പെൻഷൻ കോൺട്രിബ്യൂഷനും ഹെൽത്ത് ഇൻഷുറൻസ് സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും ഒക്കെ തരും. മൂന്നാമത്തെ ഓപ്ഷനാണ് വർക്കിംഗ് സ്റ്റുഡൻറ്റ് ജോലി അഥവാ വർക്ക് സ്റ്റുഡൻറ്റ് ജോബ്. യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഇതിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. നാലാമത്തെയാണ് ഹൗസ് ബിൽഡിംഗ് അഥവാ ഡുവാല സ്റ്റുഡിയം. ഇത് നിങ്ങൾക്ക് മെച്ചപ്പെട്ടൊരു കരിയർ ഉണ്ടാക്കി തരുമെന്ന് മാത്രമല്ല, മാസം നിങ്ങൾക്ക് സ്റ്റൈഫൻഡും നേടാൻ സാധിക്കും. അടുത്തതാണ് ഫ്രീലാൻസിങ് അഥവാ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഇത് നിങ്ങളുടെ വിസ ടൈപ്പും നിങ്ങളുടെ ഇൻഷുറൻസ് സിറ്റുവേഷനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. മിനി ജോബ് ശരിക്കും നല്ല ഉപകാരമുള്ള, ടാക്സും സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസും ഒന്നും കയ്യിൽ കിടുന്ന പൈസയൊന്നും കൊടുക്കണ്ടാത്ത സ്റ്റുഡൻസിനെയും അതുപോലെ പെൻഷനായ ആൾക്കാരെയും കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ജർമ്മൻ പഠിക്കുന്ന സമയത്ത് എക്സ്ട്രാ ഇൻകം നേടാൻ സഹായിക്കുന്ന സ്പൗസസിനെയൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഓപ്ഷനായിരുന്നു മിനി ജോബ്. എങ്ങനെയാണ് മിനി ജോബിന് മാറ്റങ്ങൾ വരാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. ജർമ്മനിയിൽ ജോലി ചെയ്ത് മാസം കാശ് വാങ്ങിക്കുക എന്നത് മാത്രമാവരുത് ഉദ്ദേശം, മറിച്ച് പെൻഷനും അതുപോലെ ജോബ് സെക്യൂരിറ്റിയും ഇൻഷുറൻസും സ്റ്റെബിലിറ്റിയും ഒക്കെ ഉണ്ടാവണം ഭാവിയിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ മിനി ജോബ് ഡിസ്കഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. അതിനുള്ള ഓപ്ഷൻ ഇപ്പോൾ യൂട്യൂബിലുണ്ട്. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ പറയണം. അപ്പം അടുത്ത വീഡിയോയുമായി കാണാം. അതും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.